വിഘ്നേശ്വര. രമേശ, എടാ രമേശ. എന്താ? നീയാ? നിന്റെ പേര് അവന് കൊടുത്തിട്ട് അവന്റെ പേര് നീ എടുത്തത് ഞാൻ അറിഞ്ഞില്ലല്ലോ. ഞാൻ രമേശിനെ വിളിച്ച്. അവൻ തൊഴുത്തി ചാണോമാരിയാ. അത് നിന്റെ ജോലിയല്ലേ? ഇന്ന് മുതൽ അവന്റെ ജോലി ഞാനും എന്റെ ജോലി അവനും ചെയ്യാൻ തീരുമാനിച്ചു. ഒരു ചേഞ്ചിന്. കടിഞ്ചായ എങ്ങോട്ടാ? ഞാനിട്ടതാ. മുഖസ്തുതി പറയാനെന്ന് വിചാരിക്കരുത്. വായിൽ വെക്കാൻ കൊള്ളില്ല. ഒരു ചായക്കടക്കാരന്റെ മകന് നല്ലൊരു ചായ ഉണ്ടാക്കാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ നീ പോയി ആ പേസ് എടുക്ക്. ഓ, ആ കഴിവേറി പോയാ? ആരാ? രമേശനാണോ? അല്ലടാ, ആ സ്വാമി കഴിവേറി. ചിറ്റപ്പൻ രാവിലെ തന്നെ പോയി. കാര്യം അവൻ എന്റെ അനിയനാ. പക്ഷെ എന്റെ സമ്മതമില്ലാതെ അവൻ ഇവിടെ എങ്ങാനും കയറ്റി താമസിപ്പിച്ച ബാക്കിയുള്ളത് ഞാൻ പറയണ്ടല്ലോ. ഓ, എന്തിനാ ഇത്ര അധികം? നീ പല്ല് വെച്ചോ? ഇല്ല. അവൻ തേച്ചോ? തേച്ച് കാണില്ല. പാതി അവന് കൊടുത്തിട്ട് പാതി നീ എടുത്തോ. എന്നാ ചെല്ലേ. വെളുപ്പിന് 6 മണിക്ക് തുടങ്ങിയ വാരല. ഇത് കൊറ്റട്രപ്പിലിട്ട് തീർത്തൂടെ? കുറച്ചൊക്കെ മനുഷ്യത്വം വേണം. കുറ്റമല്ല നിന്റെ നായരെ കൊണ്ട് നാട്ടുകാർ വണ്ടി വലിപ്പിക്കണത്. കാളവണ്ടി. അയ്യോ, അല്ല, ഇതുവരെ കഴിഞ്ഞില്ലേ? കഴിഞ്ഞതാ. പക്ഷെ പശു പിന്നെ അപ്പിട്ടു. ഞാൻ വാരും, പശു അപ്പിടും. ഞാൻ വാരുന്നു, പശു ഇടും. ഞാൻ വാരുന്നു, പശു. മതി 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 മതി. നിന്റെ മോന്ത കണ്ട പശു അല്ല ആരായാലും അപ്പിടും. ആർക്കാനും വേണ്ടി ഓക്കാനിക്കുന്ന പോലെയല്ലേ അവന്റെ പ്രവൃത്തി. ഒന്ന് അനങ്ങി അനങ്ങി കൊണ്ടുപോയി ഇടറ രാജകുമാരാ. പിന്നെ അപ്പിടിക്കും ഞാൻ. ഒരു ദിവസം ഞാൻ ഈ പശുവിന്റെ ബാക്ക് അടച്ച് പൂട്ടും. മുതലാളിയില്ലേ? പശുവിനെ പിഴിയുവാ. എന്ത് വേണം? ഈ മാലയൊന്ന് പണയം വെക്കാനാ. ഈ കൊച്ചുവെളുപ്പാൻ കാലത്തോ? 10 മണി കഴിയാതെ മുതലാളി പണപ്പെട്ടി തുറക്കണ പ്രശ്നമില്ല. ഇപ്പോഴത്തെ ആവശ്യമായിരുന്നല്ലോ ചേട്ടാ. ഒരു 300 രൂപ കിട്ടിയേക്കൂ. ഞാൻ പറഞ്ഞില്ലേ, ഈ നേരത്ത് നിങ്ങൾ പണം ഇരിക്കാന്ന് പറഞ്ഞാലും മുതലാളി വഴങ്ങത്തില്ല. 10 മണിയാണ് പുള്ളിയുടെ ടൈം. അയ്യോ, അങ്ങനെ പറയല്ലേ ചേട്ടാ. വളരെ അത്യാവശ്യമായതുകൊണ്ടല്ലേ. അത്രയ്ക്ക് അത്യാവശ്യമാണെങ്കിൽ ഒരു ചെറിയ തരികട ചെയ്യേണ്ടി വരും. എന്ത് തരികട? എന്റെ മോതിരം മുതലാളിയുടെ അടുത്ത് പണയം വെച്ച വകയില് കുറച്ച് കാശ് എന്തെങ്കിലുണ്ട്. അതിന്ന് 300 രൂപ തരാം. വലിയ ഉപകാരമായി ചേട്ടാ. പിന്നെ മുതലാളിക്ക് 103 രൂപയാണ് പലിശ. എനിക്ക് 1/2 കൂടി തരണം. അയ്യേ, ഞാൻ 3 രൂപയുടെ കാര്യോട് പറഞ്ഞത്. ഇങ്ങോട്ട് വന്നേ. പിന്നെ നമ്മൾ തമ്മിൽ ഇടപാടേ ഒരിക്കലും മുതലാളി അറിയരുത്. അറിഞ്ഞാ എന്റെ കാർബേറ്റർ അയച്ചെടുത്ത് മുതലാളി ഡ്രൈവർ പണിയെന്ന് പറഞ്ഞു വിടും. ഞാനായിട്ട് പറയില്ല ചേട്ടാ. പിന്നെ മുതലും പലിശയും കാശായിട്ട് തന്നെ തരണം. മനസ്സിലായോ? ചില പെണ്ണുങ്ങൾ ഈ കടത്തിന്ന് കരകയറാൻ കടം കൊടുത്തവനെ തന്നെ വശീകരിക്കുന്ന ഒരു പരിപാടിയുണ്ട്. ആ വക ചുറ്റിക്കളിയൊന്നും എന്റെ അടുത്ത് വേണ്ട. പറയണുണ്ട് മുതലാളിക്കൊന്നും തോന്നരുത്. ഈടെയായിട്ട് പാലില് കുറച്ച് വെള്ളം കൂടുതലാ. കുറച്ച് ദിവസമായിട്ട് പറയണമെന്ന് വിചാരിക്കാ. ഉമ്മ, ഞാൻ വെളിച്ചെണ്ണ ചേർത്ത് നോക്കി, ചേരണില്ല. പാലില് വെള്ളേ ചേരൂ. അല്ലേലും പാലില് വെള്ളം ചേർത്തേ കഴിക്കാവൂ. ഇത് ഞാൻ പറയണതല്ല, ഡോക്ടർമാര് പറഞ്ഞിട്ടുള്ളതാ. എനിക്ക് 3 ബസ്സുണ്ട്. അത് നല്ല ലാഭത്തിലാ ഓടണത്. ഒരു ചിട്ടി ഫണ്ട് ഉണ്ട്, അത് അതിലും ലാഭത്തിലാ പോണത്. പിന്നെ ഒരു ഹോട്ടലുണ്ട്, അതിന്ന് ഭയങ്കര ലാഭ. പിന്നെ ഈ പാൽ കച്ചവടം എന്നെ സംബന്ധിച്ചിടത്തോളം അതെനിക്ക് നഷ്ടാ. പിന്നെ ഞാൻ എന്തിനീ പാൽ കച്ചവടം നടത്തുന്നു പറഞ്ഞാൽ, പശുവിന്റെ അകിടീന് തുടങ്ങിയതാ എന്റെ ജീവിതം. അതിന്റെ അടി കിടന്ന് തന്നെ ചാവണമെന്നാണ് എന്റെ ആഗ്രഹവും. അമ്മാവോ, ഇങ്ങനെ പോയാ അമ്മ പശുവിന്റെ ചവിട്ടുകൊണ്ടേ ചാവൂ. എടാ, നീ പാല് കുടിച്ചിട്ടൊന്നും വലിയ കാര്യമില്ലടാ. പിന്നെ എടുത്തോളാം. ഇതേതാ ഈ കുട്ടിപ്പിശാശി? അതാ സ്വർണ്ണപ്പണിക്കാരൻ രാഘവേട്ടന്റെ മോനാ. ഓ, അവന്റെ ചൊടിയും മിടുക്കൊക്കെ കണ്ടിട്ട് അവൻ ആ ചെത്തുകാരൻ ഗോപാലിന്റെ ആണെന്നാ തോന്നണേ. അപ്പൊ നിങ്ങളുടെ കമ്പനി തന്നെ. എടാ മോനെ, നന കഴിഞ്ഞ? ആ, അച്ഛന്റെ ഉടുപ്പിൽ അഴുക്കൊന്നും പോയിട്ടില്ലല്ലോ. ഇതിങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ മുക്കിയെടുത്താ മാത്രം പോരാ, കല്ലില് നന്നായിട്ട് ഇങ്ങനെ ഇങ്ങനെ അലക്കണം. കൊണ്ടുപോയി അലക്കണം തെണ്ടി.
ഇവ എന്റെ മോൻ തന്നെ അല്ലേ? ഞങ്ങൾക്ക് സംശയമുണ്ട് മുതലാളി. നിങ്ങൾക്ക് പാല് കിട്ടിയ പിന്നെ പിന്നെ വല്ലവരുടെ കാര്യം അന്വേഷിക്കണേ. എന്തും ചെയ്യാം, എന്തും അനുസരിക്കാം. പക്ഷേ മറ്റുള്ളവർ മുമ്പ് വെച്ചുള്ള അവഹേളനം ഉണ്ടല്ലോ, അതാ സഹിക്കാൻ വയ്യാത്ത. 2 സ്മോൾ അടിച്ച് ധൈര്യം വരുത്തിട്ട് വേണം ആ മുഖത്ത് നോക്കി 4 വർത്താനം പറയാൻ. അതിനെന്തിനാ 2 സ്മാൾ അടിക്കുന്നത്? ഒരു ലാർജ് അടിച്ചാ പോരെ? മിണ്ടാതെ കിടക്കാൻ പറയാന്ന് വെച്ചാ 5-ാം വയസ്സിൽ അമ്മ മരിച്ചത് തൊട്ടുള്ള കണക്ക് പറയാൻ തുടങ്ങും. കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ. അങ്ങനത്തെ മദ്യം ഉണ്ടോ? അത് ഞാൻ കഴിച്ചിട്ടില്ലല്ലോ. താടിക്ക് തീ പിടിക്കുമ്പോ ബീഡി കത്തിക്കല്ലേ സാരഥി? വേറെങ്ങും തീയില്ലെങ്കിൽ കത്തിച്ചല്ലേ പറ്റൂ. നിങ്ങൾക്ക് അച്ഛനോട് സംസാരിക്കാൻ ധൈര്യം ഇല്ലെങ്കിൽ ലാർജും സ്മോളും ഒന്നും കഴിക്കാതെ ഞാൻ സംസാരിക്കാം. നീയോ? അതിനുള്ള ധൈര്യം നിനക്കുണ്ടോ? ഞാനല്ല, മുതലാളിക്ക് കുരുട്ടുബുദ്ധി പറഞ്ഞു കൊടുത്ത് വഴിതെറ്റിക്കണ വക്കീലുണ്ടല്ല, ലീഗൽ അഡ്വൈസർ കുഞ്ചപ്പാടത്തെ പുഷ്പാങ്കദൻ. അതിന് വക്കീൽ പറയൂ? പറഞ്ഞില്ല, ഞാൻ പറയിപ്പിക്കും. ഡോറും തുറക്കാൻ പറ്റില്ല, ചാടിക്കോ. ഞങ്ങൾ സമയത്ത് വന്നില്ലായിരുന്നെങ്കിലേ വക്കീലിന്റെ ചീട്ട് കീറിയാനെ. അതെ അതെ, ഇന്നത്തോടെ കേസിട്ട് മടക്കായിരുന്നു. ഇന്ന് വക്കീൽ വാദിച്ച പ്രതികൾക്ക് ജീവപര്യന്തമോ തൂക്കോ? അതിന് ഞാൻ പ്രതിക്ക് വേണ്ടിയല്ലല്ലോ, വാദിക്ക് വേണ്ടിയല്ലേ വാദിച്ചത്. കുറെ നാളിന് ശേഷം കിട്ടിയ കേസായതുകൊണ്ട് ഞാൻ എന്റെ സർവ്വശക്തിയും എടുത്തങ്ങ് വാദിച്ചു. പക്ഷെ ഒരു കുഴപ്പം പറ്റി. വാദം മുറുകി വന്നപ്പോ വാദി പ്രതിയായി. പീനൽ കോഡ് മാറി. അതിനെന്റെ സ്പൈനൽ കോഡിൽ പിടിക്കാൻ ഓടിച്ചതാ അവര്. നീതി ദേവതയാ നിങ്ങളെ കൃത്യസമയത്ത് അവിടെ കൊണ്ടുവന്ന് എത്തിച്ചത്. നാരകത്തറയിൽ ദാമോദരൻ നായർ മകൻ രാമൻ നായർ എന്ന് കച്ചീട്ടിൽ പേരുള്ള നിങ്ങളുടെ അച്ഛൻ നിങ്ങളുടെ വളർച്ചയെ അംഗീകരിക്കുന്നില്ല. അതിന് ഞാൻ മുതലാളിയുമായി സംസാരിച്ച് ഒരു പരിഹാരം കാണണം, അത്രയല്ലേ ഉള്ളൂ. അതെ, ബുദ്ധിമുട്ടാ. അതെന്താ വക്കീലെ? ഞാൻ NDRന്റെ ലീഗൽ അഡ്വൈസർ മാത്രമാണ്. നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങളിൽ കൈകടത്തുന്നതിന് എനിക്ക് ചില ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. കൈ കടത്തിയില്ലേലും കൈ ഒഴിയാതിരുന്നാ മതി വക്കീലെ. പ്രായപൂർത്തിയായ ചോരയും നീരുമുള്ള 2 യുവാക്കളുടെ മനപ്രയാസം ചോരയും നീരും പറ്റിയ വക്കീലെങ്കിലും മനസ്സിലാക്കണം. ഞാൻ നോക്കിയിട്ട് ഒറ്റ വഴിയേ കാണുന്നുള്ളൂ. എന്തു വഴി? നിങ്ങളെ മുതലാളി അംഗീകരിക്കണമെങ്കിൽ നിങ്ങൾ വളർന്നെന്ന് അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കണം. അയ്യേ, അച്ഛനെ ഒരു മകൻ അതെങ്ങനെ കാണിച്ചു കൊടുക്കാം? വൃത്തികെട്ടവനെ, അതല്ല ഞാൻ പറഞ്ഞത്. രമണനും രമേശനും ശാരീരികമായും മാനസികമായും വളർന്നെന്ന് അച്ഛന്റെ മുമ്പ് തെളിയിക്കണം. അതെങ്ങനെ? ഒരു ആ കരി വെക്കി തലയിൽ വെച്ച് ശാരീരിക വളർച്ച തെളിയിക്കാം, മാനസിക വളർച്ച എങ്ങനെ തെളിയിക്കും? മെന്റൽ ആശുപത്രിയിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചാലോ? വിട്ടി കൂഷ്മാണ്ടമേ, ഒരു പെണ്ണ് കെട്ടുന്നതിനെ കുറിച്ചാണ് ഞാൻ സൂചിപ്പിച്ചത്. അത് കൊള്ളാലോ. വക്കീലിന് തീരെ ബുദ്ധിയില്ലെന്ന് അച്ഛൻ പറയുന്നത് വെറുതെ. പെണ്ണ് കെറ്റ ഒരു പരിധി വരെ ആണത്തം തെളിയിക്കാം, പക്ഷെ അതുകൊണ്ട് മുതലാളി ഒതുക്കാൻ പറ്റുമോ? ഒരു പെണ്ണ് വിചാരിച്ചാൽ എന്താ ഇവിടെ നടക്കാത്തത്? കൈകേയി വിചാരിച്ചപ്പോ സാക്ഷാൽ ശ്രീരാമൻ വരെ കാട് കയറിയില്ലേ? എന്തിനു പുരാണം? ഒരു സ്ത്രീ വിചാരിച്ചാൽ ഒരു സീനിയർ IAS ഉദ്യോഗസ്ഥന്റെ ജീവിതം വരെ പോക്കാം. നിങ്ങളുടെ വീട്ടിൽ ഒരു പെണ്ണിന്റെ കുറവുണ്ട്. സാമർത്ഥ്യക്കാരിയായ ഒരു പെണ്ണവിടെ കാലുകുത്തിയാൽ മുതലാളി താനേ ഒതുങ്ങും. അപ്പൊ അത്തരത്തിലൊരെണ്ണത്തിന് എവിടെ നിന്ന് തപ്പും? ചപ്പാത്തി 2 ചില്ലി ചിക്കൻ. വിജയ, 10 ചപ്പാത്തി 2 ചില്ലി ചിക്കനും പാഴ്സല്. പിന്നെ കുറച്ച് തക്കാളി സവാളയും സ്പെഷ്യൽ ആയിട്ട് ഭദ്രമായിട്ട് പോയിഞ്ഞോളൂ. കുറച്ച് ലിവർ എടുക്കട്ടെ? വേണ്ട. എന്നാ ഹാർട്ടായാലോ? കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ ഇയാളെ ശ്രദ്ധിക്കുന്നു. പെണ്ണുങ്ങളെ കാണുമ്പോ കുറച്ച് ഇളകുന്ന ടൈപ്പാണല്ലേ? എല്ലാവരെയും കാണുമ്പോൾ ഇല്ല, കാണാൻ കൊള്ളാവുന്നവരെ കാണുമ്പോ ചെറുതായിട്ടൊന്നും ഇളകും. വിഷമമൊന്നുമില്ലല്ലോ? ഇല്ല, പക്ഷെ ചിലപ്പോ ചെറുതായിട്ട് 2 തല്ലുണ്ടെന്ന് വരും. വിഷമമൊന്നുമില്ലല്ലോ? ആങ്ങളമാരെ കൊണ്ടടിപ്പിക്കുക, അത് നേരിട്ടടിക്കുകയാണെങ്കിൽ ഓക്കെ. ഈ ബോഡി ടച്ചിങ് എനിക്ക് വലിയ ഇഷ്ടമാണ്. ഓഹോ, അപ്പൊ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണല്ലേ? എന്താ പേര്? പഞ്ചമി. പഞ്ചമി പണിക്കർ. നല്ല പേര്. ബൈ ദ വൈ, കഴിഞ്ഞ 3 ആഴ്ചയായി മുടങ്ങാതെ ഇവിടെ നിന്ന് ചില്ലി ചിക്കനും ചപ്പാത്തിയും വാങ്ങിക്കുന്നോണ്ട് ചോദിക്കുക, കുട്ടിയുടെ വീട്ടിലും പ്രശ്നങ്ങളാണോ? എന്താ, തന്റെ വീട്ടിൽ പ്രശ്നം വല്ലതുണ്ടോ? ഏയ്, പിന്നെന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, വീട്ടിൽ ഒപ്പം തീറ്റം കൂടിയൊന്നും ഇല്ലേ? വീടുണ്ടായിട്ട് വേണ്ടേ വെക്കാൻ? അയ്യോ, അപ്പൊ അഭയാർത്ഥിയാണോ? കണ്ടിട്ട് അങ്ങനെ തോന്നണില്ല. ശ്രീലങ്കനോ ബോസ്നിയോ? ഒരു നീയുമല്ല,
വീട്ടിൽ നല്ല ആഹാരം കഴിച്ച് തന്നെ വളർന്നത്. അതുകൊണ്ടേ ഹോസ്റ്റലിലെ ഫുഡ് അങ്ങോട്ട് ഏക്കുന്നില്ല. അങ്ങനെ വരട്ടെ. ഉം. അയ്യോ പൈസ വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല. രാത്രിയിൽ എനിക്ക് വീട്ടിൽ കയറേണ്ടതാ. അച്ഛൻ എന്നെ ഭയങ്കര വിശ്വാസമാ. വീട്ടിലെ പ്രിപ്പറേഷൻ പോലെ കേമമായതുകൊണ്ടായിരിക്കും സ്ഥിരമായിട്ട് ഇവിടെ നിന്ന് വാങ്ങുന്നത്. പ്രിപ്പറേഷനെ പറ്റി പറയാതിരിക്കുന്ന ഭേദം. ആ, ഇവിടുത്തെ ചിക്കനേക്കാൾ ഫാർ ബെറ്ററാ സിലോൺ റെസ്റ്റോറന്റിലേത്. എന്നാ പിന്നെ സിലോണിൽ നിന്ന് ജർമ്മനിയിൽ നിന്ന് അങ്ങനെ വാങ്ങിച്ച പോരെ? വാങ്ങാം, പക്ഷേ അവിടുന്ന് വാങ്ങിച്ചാ തന്നെ കാണാൻ പറ്റില്ലല്ലോ. ആ. അവള് കാര്യമായിട്ട് പറഞ്ഞതാണോ അവൾ ആക്കിയതാണോ? ഈശ്വരാ, വെറുതെ കൊതിപ്പിക്കല്ലേ. തിരുമുഖമഴകൊടു കണ്ടെന്തോ. മൂത്തവന് 5 ഇളയവന് 2 വയസ്സുള്ളപ്പോ അവരുടെ തള്ള പോയതാ. വീണ്ടും ഒരു കല്യാണം പോലും കഴിക്കാതെ എന്റെ ഈ തോളിൽ ചുമന്ന എന്റെ മക്കളെ ഞാൻ ഇവിടം വരെ എത്തിച്ചത്. ഇപ്പൊ അവര് വളർന്നു വക്കീല് പറഞ്ഞപ്പോ സത്യത്തിൽ എനിക്ക് സന്തോഷം തോന്നിയിടോ. പക്ഷേ ശരീരം വളർന്നു എന്ന് വെച്ച് ഈ സ്വത്തൊക്കെ നോക്കി നടത്താനുള്ള പ്രാപ്തി അവർക്കുണ്ടോന്ന് എനിക്ക് വിശ്വാസമില്ല. ഞാൻ പറയാം, ഈ പരസ്പരം വിശ്വസിക്കുന്നതാണ് മുതലാളി വിശ്വാസം. അതെ അതെ, അതിന് ഞാനൊരു ഉദാഹരണം പറയാം. ഇന്ന് മുതലാളി പശുവിന് ധാരാളം തേങ്ങാപ്പിണ്ണാക്കും പച്ചപ്പുല്ലും ഒക്കെ കൊടുത്തതെന്തിനാ? നാളെ രാവിലെ അത് പാല് തരുമെന്നുള്ള വിശ്വാസത്തിലല്ലേ? അതെ. നാളെ രാവിലെ പശുവിനെ കറക്കാൻ മൊന്തയുമായിട്ട് മുതലാളി ചെല്ലുമ്പോ പശു ആ കാലിന് ഈ മോന്തക്കെട്ടൊരു തൊഴി വെച്ച് തന്നാലോ? അയ്യോ തെറ്റി, അങ്ങനെയല്ല അത് ഉദ്ദേശിച്ച് തെറ്റി. ഇല്ല, തെറ്റിയിട്ടില്ല. ഇവൻ പറഞ്ഞതാണ് ശരി. എനിക്കുള്ള സ്വത്തൊക്കെ ഒരു വിശ്വാസത്തിന്റെ പേരിൽ എന്റെ മക്കൾക്ക് ഞാൻ എഴുതി വെച്ചു എന്നിരിക്കട്ടെ. 3-4 വർഷം കഴിയുമ്പോ മനുഷ്യന്റെ കാര്യല്ലേ, എനിക്കൊരു കിഡ്നിയോ ഒരു ഹാർട്ടോ വേണ്ടി വരുമ്പോ കാശിന് വേണ്ടി ഞാൻ അവന്മാരുടെ പുറകെ നടക്കണ്ടേ? അന്ന് അവരിതുപോലെ കാലുമടക്കി ഒരു ചവിട്ട് തന്നാൽ അതിനൊരു 5-6 കിഡ്നിയും ഹാർട്ടും ഒക്കെ മേടിച്ച് ആ ഫ്രിഡ്ജിൽ വെച്ച് അങ്ങോട്ട് പൂട്ടിയാ പോരെ, ആവശ്യമുള്ളപ്പെടുത്ത് ഉപയോഗിക്കാലോ. നീ ഇങ്ങോട്ട് വന്നേ. ഈ കിഡ്നിയും ഹാർട്ടും ഒക്കെ ഫ്രിഡ്ജിൽ വെക്കുന്നതിനേക്കാളും ഭേദം നിന്റെ ഈ ബുദ്ധി നിറച്ചു വെച്ചിട്ടുള്ള നല്ല തലയുണ്ടല്ലോ, അത് വെട്ടി ഞാൻ ഫ്രിഡ്ജിൽ വെക്കും. അവിടെ സംസാരിക്കാൻ പോലും അറിയില്ല മുതലാളി. ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ചാ, അതായത് ഇപ്പോ എനിക്കറിയാം രമണന്റെ കല്യാണക്കാരിയല്ലേ, അതെ. അത് നടക്കട്ടെ. എല്ലാം അതാതിന്റെ സമയത്ത് തന്നെ നടക്കണം. പക്ഷേ തറവാട്ടി പിറന്നൊരു പെണ്ണിനെ ഞാൻ ഇതിനകത്ത് കയറ്റു. അതും മാത്രല്ല, നല്ല സ്ത്രീധനവും വേണം. ഒരു വക്കീൽ എന്ന നിലയിൽ സ്ത്രീധന സമ്പ്രദായത്തോട് ഞാനെതിരാ. സ്ത്രീധനത്തിനോട് താൻ എതിരാണെന്നുള്ള കാര്യം എനിക്കറിയാം. കാരണം തന്റെ വീട്ടിൽ 10 പൈസ ഇല്ലല്ലോ. അതുകൊണ്ടല്ലേ മൂത്ത 2 ചേച്ചിമാരും താഴെയുള്ള അനിയത്തിയും കെട്ടുപ്രായം കഴിഞ്ഞിട്ട് ഇപ്പോഴും നിൽക്കണേ. താൻ കൂടുതലൊന്നും ആലോചിച്ച് നിൽക്കാതെ ഒരാഴ്ചക്കുള്ളിൽ നല്ല തറവാട്ടി പിറന്ന ഒരു പെൺകുട്ടിയെ കൊണ്ടുപോവാ. തന്റെ അനിയത്തി വേണ്ടട്ടോ. ഞാനിതൊരു പ്രമാദമായ കൊലക്കേസ് മാതിരി ഏറ്റെടുത്തിരിക്കുന്നു. നീതിദേവത തുണയ്ക്കട്ടെ. പറഞ്ഞതൊക്കെ കേട്ടല്ലോ. ഈ പറഞ്ഞ യോഗ്യതയൊക്കെ ഉണ്ടോ നിന്റെ കാമുകിക്ക്? ഉണ്ടെന്നേ. തറവാടൊന്നും ഒരു കുഴപ്പമില്ല. അച്ഛനും അമ്മയ്ക്കും ആണായിട്ടും പെണ്ണായിട്ടും ഒരൊറ്റ മോളാ. അതൊരു പ്ലസ് പോയിന്റാ. എന്താ അവിടെ തന്തയുടെ പേര്? പരമാനം തന്നാര്. പേര് കേട്ടിട്ട് തറവാടിയാണെന്ന് തോന്നുന്നു. എന്താ തൊഴില്? ജൗളിക്കട. ഗൗളിക്കടയോ? ഗൗളിക്കടയല്ല, ജൗളിക്കട. അതായത് ടെക്സ്റ്റൈൽ ഷോപ്പ്. അത് കുഴപ്പമില്ലല്ലോ. എവിടാ അത്? നഗരത്തിന്റെ ഹൃദയ ഭാഗത്ത് തന്നെയാ. സഹായവല 15 രൂപയ്ക്ക് 3. വെറും 3 15 രൂപ മാത്രം. മടിച്ചു നിൽക്കണ്ട, അറച്ചു നിൽക്കണ്ട. കടന്നു വരൂ. 12 എടുത്താൽ 3 ചട്ടി ഫ്രീ. കടന്നു വരൂ. 15 രൂപയ്ക്ക് 3. വെറും തയ്യക്കൂലി മാത്രമേ ആകുന്നുള്ളൂ. തുണിവല ഫ്രീ. എന്തിനാണ് സാർ ഇങ്ങോട്ട് ഇടിച്ചു കയറുന്നത്? സാറിന്റെ സൈസിലുള്ള ചട്ടി ലോകത്ത് ഒരു കടയിലും കിട്ടില്ല. പക്ഷെ എന്റെ കയ്യിൽ സുലഭം. സാർ ഇട്ട് നോക്കിയിട്ട് കാശ് തന്നാൽ മതി. ഒരിക്കലും ഇട്ടാ ഊരാൻ തോന്നൂല സാറേ. ഇട്ടാൽ എന്തൊരു കുളിർമ. ചട്ടിയിട്ടുണ്ട് നന്മ ചെയ്യൂ സാറേ. എന്താ സാറേ കോലം നാട്ടിയ വരെ വിളിച്ചു നോക്കുന്ന ചട്ടിയും പെണ്ണിട്ട് ശീലമില്ലെങ്കിൽ കച്ചവടത്തിന് മാർഗദർശനം സൃഷ്ടിക്കാതെ ഇറങ്ങിയില്ലേ സാറേ? കളർഫുൾ ചട്ടി വരെ. പരമാനന്ദൻ നായരല്ലേ? പരമാനന്ദൻ നായര് തന്നെ.
അല്ലാന്നീല ഇടപെട മക്കള് പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. എന്താ ജാതി കുഴപ്പമില്ല, ബാക്കിയൊക്കെ കുഴപ്പാ. എന്ത് കുഴപ്പം? താനെന്താ പിച്ചിമ്പേയി പറയുന്നേ? അല്ല, നിങ്ങളുടെ ജൗളിക്കറ തപ്പി തപ്പി നടന്ന് കുഴപ്പത്തിലായി എന്ന് പറയായിരുന്നു. എന്തിനാ തപ്പി തപ്പി നടന്നത്? ജട്ടി വേണോ? ഹേയ്, ഞാൻ കഴിഞ്ഞ കൊല്ലം ഒരെണ്ണം വാങ്ങിച്ചതേ ഉള്ളൂ. ഇനി അടുത്ത ഓണത്തിന് മതി. നിങ്ങളുടെ മകൾ പൗർണമിക്ക് വിവാഹാലോചനയുമായി വന്നതാ ഞാൻ. ബ്രോക്കറാണല്ലേ? ആ രാത്രി 8 മണിക്ക് ശേഷം നീ വീട്ടിലോട്ടോ, കാര്യമായിട്ട് സംസാരിക്കാം. ജട്ടി വരെയും 12 എടുത്താലും 3 ജട്ടി ഫ്രീ. എന്നെ കൊണ്ട് പറ്റത്തില്ല. നിങ്ങളുടെ അച്ഛൻ എന്നെ ബ്രോക്കറാക്കി, ഞാനത് സഹിച്ചു. ഇപ്പോഴാ ചെറ്റ നാറി ജട്ടിക്കച്ചവടക്കാരെ കൂടെ എന്നെ ബ്രോക്കറാക്കാന്ന് വെച്ചാൽ കേസ് കൊള്ളാന്നേ ഉള്ളൂ. ഞാൻ ഇന്ത്യയിൽ പാസ്സായ ഒരു അഡ്വക്കറ്റാ. ആന മെലിഞ്ഞെന്ന് കരുതി തൊഴുത്തിൽ കെട്ടരുതേ. ഒരുപാട് മെലിഞ്ഞു കഴിഞ്ഞ തൊഴുത്തി കെട്ടുന്നല്ലേ വക്കീലെ നല്ലത്? വക്കീൽ ഇങ്ങോട്ട് വന്നേ. വക്കീലാണെന്നുള്ള കാര്യം അയാൾക്കറിയില്ലല്ലോ. വക്കീലെ ഒറ്റ നോട്ടത്തിൽ കണ്ട ദല്ലാളാണെന്ന് തോന്നുന്നു. അത് ഞാനും സമ്മതിച്ചു. പക്ഷെ കല്യാണ ദല്ലാളല്ല, നിയമദല്ലാൾ, ലാ ബ്രോക്കർ. കൂൾ ഡൗൺ പ്ലീസ്. എന്ത് ബ്രോക്കർ ആണെങ്കിലും ശരി, വക്കീൽ എങ്ങനെയെങ്കിലും കല്യാണം നടത്തി തരണം. അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാ മതി. വക്കീലിനോടും ഡോക്ടറോടും കള്ളം പറയാൻ പാടില്ലെന്നാ. അതൊരു ലോകതത്വ. അതാ നിങ്ങൾ തെറ്റിച്ചത്. 1000 കള്ളം പറഞ്ഞും ഒരു കല്യാണം നടത്താമെന്ന് വേറൊരു ലോകതത്വമുണ്ട്. അതാ വക്കീലെ ഞങ്ങൾ ഫോളോ ചെയ്തത്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും കല്യാണത്തിൽ കള്ളത്തരം കാണിക്കാൻ ഞാനില്ല. അതിനൊരു ദാരുണ രക്തസാക്ഷിയാണ് ഞാൻ. വക്കീലിന് എന്ത് പറ്റി? ഉള്ളത് പുറത്ത് കാണിക്കാതെ മൂടി വെച്ചാ എന്റെ കല്യാണം നടത്തിയത്. പക്ഷെ പിറ്റേ ദിവസം അവൾ ഡൈവേഴ്സ് നോട്ടീസുമായി കോടതിയിലെത്തി. കല്യാണത്തിന് ശേഷം വക്കീൽ മൂടി വെച്ചോണ്ടിരുന്ന? അല്ല, തുറന്നു കാണിച്ചു. അതല്ലേ കുഴപ്പമായത്. ആദ്യ രാത്രിയിൽ ഉഷ്ണം സഹിക്ക വയ്യാതെ ഞാൻ എന്റെ ഷർട്ടൊന്ന് അഴിച്ചു. ഡീം. അത്രയും നേരം വാതോരാതെ സംസാരിച്ചിരുന്നവൾ പിന്നെ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. പിറ്റേന്ന് ഞാൻ കണിയേണ്ടത് വക്കീൽ നോട്ടീസാ. ദാമ്പത്യ ജീവിതത്തിൽ ശരീരത്തിന് ഇത്രയും സ്ഥാനമുണ്ടെന്ന് ഞാൻ അന്ന് ആ കുട്ടികളെ മനസ്സിലാക്കിയത്. വക്കീലിന്റെ ജീവിതം വഴിയാധാരമായെന്ന് വെച്ച് എന്റെ ജീവിതം അതുപോലെ ആവുമെന്ന് വക്കീൽ കരുതരുത്. ഒരു പെണ്ണ് വന്നാലേ അച്ഛനെ ഒതുക്കാൻ പറ്റുമെന്ന് വക്കീൽ തന്നെയല്ലേ എന്നോട് പറഞ്ഞത്. എന്തൊക്കെ ആയാലും ഒരു ജട്ടിക്കച്ചവടക്കാരന്റെ മകളെ NTR നിന്നെ കൊണ്ട് കെട്ടിക്കും തോന്നുന്നുണ്ടോ? വക്കീലേ, പെണ്ണിന്റെ അച്ഛൻ പരമാനന്ദ നായർക്ക് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പുണ്ട്. അതും പെണ്ണിന്റെ പേരിൽ തന്നെ, പൗർണമി ടെക്സ്റ്റൈൽസ്. അങ്ങനെ ഒരെണ്ണം ഞങ്ങൾ ടൗണിൽ കണ്ടു വെച്ചിട്ടുണ്ട്. അത് വേണമെങ്കിൽ പറയാന്ന് വെക്കാം. പക്ഷെ തറവാടോ നല്ല ആഢ്യത്വമുള്ള കുടുംബത്തിൽ നിന്ന് ബന്ധം വേണമെന്നാ NTRന്റെ ഡിമാൻഡ്. പരമാനന്ദ നായർ ഒറ്റ നോടെ തന്നെ ആർക്കും തിരിച്ചറിയാം മഹാചറ്റയാണെന്ന്. ചെറ്റയുടെയും കുടിലിന്റെ ഡീറ്റെയിൽസ് ഒന്നും പറയാൻ പോകണ്ട. വീട് കാണാതെ ആരെയും കല്യാണം ഉറപ്പിക്കുവോ? മുതലാളി സാരഥി പോലെ മണ്ടനൊന്നുമല്ല. സിനിമാക്കാർക്ക് ഷൂട്ടിംഗ് കൊടുക്കുന്ന എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള ആൾതാമസമില്ലാത്തൊരു വീട് ഇവിടെ കുറച്ച് ദൂരമുണ്ട്. അതാണ് പെണ്ണിന്റെ വീട്. ഞാൻ അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുക, നമ്മളെ നിർബന്ധിച്ച പരമാനന്ദൻ നായർ സ്വന്തം വീട് വിട്ട് ഷൂട്ടിംഗ് വീട്ടിൽ വന്ന് താമസിക്കുവോ? താമസിക്കും. അട്ടേ പിടിച്ച് മെത്തേ കിടത്തിയാ കേട്ട